റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വൈദ്യുതി വകുപ്പിന് കീഴിൽ ടെൻഡറുകൾ കിട്ടുന്നത് മന്ത്രിയുടെ സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രം. ഹൈഡൽ ടൂറിസം പദ്ധതിയിലെ 6 ഡാമുകളിലെ വാട്ടർ സ്പോർട്സ് നടത്തിപ്പിന്റെ 2 തവണത്തെ ടെൻഡറുകളും കിട്ടിയത് 1 മാസം പോലും പ്രവർത്തന പരിചയമില്ലാത്ത കമ്പനികൾക്കാണ്. മാനദണ്ഡങ്ങൾ മറികടന്ന് 2022-ലും 2024-ലും കമ്പനികൾക്ക് കരാർ ലഭിച്ചതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇടുക്കി സ്വദേശിയായ CH അഷ്റഫ് എന്ന JDS നേതാവാണ് 2 കമ്പനികളുടെയും ഉടമ. പദ്ധതിയിൽ നടക്കുന്നത് വമ്പിച്ച അഴിമതിയാണെന്ന് വാട്ടർ സ്പോർട്സ് നടത്തിയിരുന്ന കമ്പനി ഉടമ അനിൽ പറഞ്ഞു. ഹൈഡൽ ടൂറിസം പദ്ധതി നടന്ന ഈ ടെൻഡർ ഉൾപ്പെടെയുള്ള വമ്പിച്ച അഴിമതിയാണ് നടക്കുന്നത്. അത് ഈ നരേന്ദ്രനാഥ് വെല്ലൂരി IFS ഡയറക്ടറായ ശേഷമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇത് കംപ്ലീറ്റ് നിയമവിരുദ്ധമായി ചെയ്യുകയും ഫിനാൻസ് ബിഡും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നേടിയ ശേഷം ഒരു ഇന്റർവ്യൂ വഴി അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാൾക്ക് വേണ്ടി ടെൻഡർ മറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ക്രമക്കിടന്ന് ഈ ടെൻഡർ പോർട്ടിൽ ഫിനാൻസ് ബിഡ് പൊട്ടിച്ച് ഫിനാൻസ് ബിഡ് പുറത്താക്കുക, അതിന്റെ റേറ്റ് കൂടുതൽ കിട്ടിയ ആളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക രീതിക്ക് ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുക. പെരിയാർ വാട്ടർ സ്പോർട്സും ഒരു ന്യൂ പെരിയാർ എന്ന കമ്പനി വന്നു. ഇതിൽ അവർക്ക് ഈ ന്യൂ പെരിയാർ ഇപ്പം കൊടുത്ത കമ്പനിക്ക് ഒരാഴ്ചത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. KSEBI അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുകളിലോട്ടുള്ള ഒരു സ്റ്റാഫായിരിക്കും അവന്റെ ഡയറക്ടർ ആവണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ നിയമങ്ങളെ കാറ്റിപ്പുറത്തി ഒരു IFS ഉദ്യോഗസ്ഥൻ ഇതിലേക്ക് വന്നിടം മുതലാണ് ഇതിന്റെ അഴിമതികളുടെ തുടക്കം. JDS നേതാക്കളായ ബെന്നി മൂഞ്ഞാലിയും സാബു ജോർജും കമ്പനിയുടെ സൈലന്റ് പാർട്ണർമാരാണെന്ന് തെളിയിക്കുന്ന കമ്പനി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചർച്ചകളും സ്ക്രീൻഷോട്ടുകളും റിപ്പോർട്ടറിന് ലഭിച്ചു. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇതൊരു വഴക്കിനെ വയ്യാവലിക്കണം ഒന്നും പറയുന്നതല്ല. ബിനുവിനെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. നല്ല രീതിയിൽ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് തീർത്ത് നിങ്ങളുടെ വീതം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക, എൻ്റെ വീതം ഉണ്ടെങ്കിൽ എനിക്ക് തരിക. സെക്യൂരിറ്റി പൈസ 10 ലക്ഷം രൂപയുണ്ട്, അതിനകത്ത് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് അവകാശപ്പെട്ടാണെങ്കിൽ എത്ര ഷെയറാണെന്ന് പറഞ്ഞാൽ ബെന്നി മൂഞ്ഞലിക്കും ഒക്കെ അന്ന് ഷെയറുണ്ട്. അപ്പോൾ ആ പൈസ എല്ലാം കണക്ക് പറഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾക്കുണ്ട്, ഓക്കെ, അത് ഞാൻ അവിടെ ഹാൻഡിൽ എഴുതി കൊടുക്കും. ആ പൈസ നിങ്ങൾ മേടിക്കുക, എൻ്റെ പൈസ എനിക്കും തരിക. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിലെയും ഇടുക്കിയിലെയും 6 ഡാമുകളിലുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയൊക്കെ സ്വന്തക്കാർക്ക് തന്നെ പോയത്, അതായത് സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ പോയത് മന്ത്രി കൂടി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അല്ലേ പ്രസാദ്? അങ്ങനെ തന്നെ കരുതേണ്ടി വരും സുജിയ. സാധാരണ ഇത്തരം ടെൻഡർ ക്രമക്കേടുകളിലൊന്നും തെളിയിക്കാനുള്ള രേഖകളോ തെളിവുകളോ നമുക്ക് കിട്ടാറില്ല. ബിനാമികളാണ് പലരും എന്ന് നമ്മൾ ആരോപിക്കുമ്പോഴും അത്തരം തെളിവുകളിലേക്ക് കടക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാറുമില്ല. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ട വിജിലൻസ് സംവിധാനങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്നാൽ വൈദ്യുതി വകുപ്പിന് കീഴിലെ ടൂറിൽ നടന്ന 2 ടെൻഡറുകൾ, ആ 2 ടെൻഡറുകളും വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ JDSന്റെ സംസ്ഥാന നേതാക്കളാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ രേഖകളിലൂടെ തെളിവുകളിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നതാണ്. സുജിയ, നമുക്കറിയാവുന്നതുപോലെ ഈ രംഗത്ത് വലിയ പരിചയമുള്ള നിരവധി കമ്പനികളുണ്ട്. ആ കമ്പനികളെല്ലാം വെട്ടിമാറ്റിക്കൊണ്ടാണ് 2022 ടെൻഡർ വരുന്നത്. അത് പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്കാണ്. ആ കമ്പനി അപ്പോൾ രജിസ്റ്റർ ചെയ്ത് വെറും ഒരാഴ്ച മുമ്പാണെന്ന് ഓർക്കണം. ഒരാഴ്ച മുമ്പുള്ള കമ്പനിക്ക് എങ്ങനെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടും എന്ന ചോദ്യം ബാക്കി. അതുണ്ടെങ്കിൽ മാത്രമേ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയൂ. 3 വർഷത്തെ സാമ്പത്തിക അവലോകന കണക്കുകൾ വിവരിക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതും ആ കമ്പനിക്കില്ല. മാത്രമല്ല, നേരത്തെ അനിൽ പറഞ്ഞതുപോലെ അനിലിന്റെ കമ്പനിയാണ് കൂടുതൽ റവന്യൂ ഷെയർ സർക്കാരിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ ബിഡ് കൊടുത്തത്. ആ ഫിനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് പിന്നീട് ഒരു സംസാരം നടത്തി ഈ പറയുന്ന JDSന്റെ പ്രധാനപ്പെട്ട ഇടുക്കിയിലെ നേതാവായ CH അഷ്റഫിന്റെ മകൻ അന്ന് ഡയറക്ടറായ പെരിയാർ വാട്ടർ ടൂറിസം എന്ന കമ്പനിക്ക് ടെൻഡർ പോവുകയായിരുന്നു. പക്ഷേ മകൻ അൽത്താഫാണ് അതിന്റെ ഡയറക്ടറെങ്കിലും എല്ലാ രേഖകളിലും ആ കമ്പനിയുടെ ഡയറക്ടറായി MD ആയി എഴുതി കൊടുക്കുന്നതെല്ലാം CH അഷ്റഫ് ആണെന്ന കാര്യം ഓർക്കണം. മാത്രമല്ല, പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്ക് പിന്നാലെ ആ കമ്പനി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമുള്ള ഓഡിയോ ആണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അത് CH അഷ്റഫ് മാത്രമല്ല സുജയ, ബെന്നി മൂഞ്ഞാലിയും സാബു ജോർജ് എന്ന് പറയുന്ന JDSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടും അതിനുള്ളിലെ ഓഡിയോയുമാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നത്. ഓണക്കാലമായി ശർക്കര വാങ്ങിക്കാൻ കണക്കൊന്നും കൂട്ടി ഒന്നും കിട്ടിയില്ലേ എന്നാണ് ബെന്നി മൂഞ്ഞാലി ചോദിക്കുന്നത്. സാബു ജോർജും സമാനമായ ഒരുപാട് സന്ദേശങ്ങൾ ആ ഗ്രൂപ്പിൽ നൽകുന്നുമുണ്ട്. തീർന്നില്ല സുജയ, 2024 ഈ പെരിയാർ തെറ്റിപ്പിരിഞ്ഞ് ഈ പറയുന്ന CH അഷ്റഫ് JDSന്റെ ഇടുക്കി ജില്ലാ നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ
CHSF തന്നെ MD ആയിട്ടാണ് ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് വരുന്നത്. ഈ 2024 ടെൻഡറിൽ എക്സ്പീരിയൻസ് ഉള്ളത് പെരിയാറിനാണ്. ഈ പെരിയാറിനെ അട്ടിമറിച്ച് മറ്റൊരു എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയെ അട്ടിമറിച്ച് ജനതാദൾ എസിന്റെ നേതാക്കൾ നേതൃത്വം നൽകുന്ന ന്യൂ പെരിയാറിന് വീണ്ടും ടെൻഡർ കിട്ടുന്നു എന്നുള്ളതാണ് സുജയ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അനർത്തിന്റെ CEO ആയ നരേന്ദ്രനാഥ് വെല്ലൂരിയാണ്. നമുക്കൊപ്പം ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഈ വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ താങ്കളുടെ പാർട്ടിയിലെ ജനതാദളിലെ JDS-ലെ ആളുകൾക്ക് ടെൻഡറുകൾ കിട്ടുന്നു എന്നതിന്റെ രേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. താങ്കൾക്ക് അറിവുള്ളതാണോ ഈ സംഭവം? അറിവുള്ളതല്ല. അതിലെന്ത് കുറ്റം ചെയ്താലും ഒരാളെയും സംരക്ഷിക്കണമില്ല. ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിലും ഇടുക്കിയിലുമുള്ള 6 ഡാമുകളിലാണ് 2022-ലും 2024-ലും ടെൻഡർ വിളിച്ച് കരാർ കൊടുത്തത്. പ്രവൃത്തി പരിചയമുള്ള സ്ഥാപനങ്ങളെ വെട്ടിക്കൊണ്ടാണ്. എനിക്കറിയില്ല, ഒരാളെയും രക്ഷപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ആര് കുറ്റം ചെയ്താലും പിടിക്കണം. അത് അന്വേഷിക്കാൻ വേണ്ടി ശക്തമായ വിജിലൻസിനും കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫൈനാൻസ് വിങ്ങിനും കൊടുത്തിട്ടുണ്ട്, പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടി, ആരെയും സഹായിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാവില്ല. ഓക്കെ, ഒരു കാര്യം കൂടി. ഹൈഡൽ ടൂറിസം ഡയറക്ടറായിട്ട് അനർട്ട് CEO നരേന്ദ്രനാഥ് വെല്ലൂരിയെ നിയമിച്ചത് ചട്ടം ലംഘിച്ചാണ് എന്ന കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതെല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിക്കാനായിട്ടുള്ള നിർദ്ദേശം പോയോ? നിർദ്ദേശം പോയി. അന്വേഷണ ഫസ്റ്റ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി കഴിഞ്ഞു കേട്ടോ. ഈ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിൽ കോടികളുടെ ടെൻഡർ ക്രമക്കേടെന്ന ആരോപണവും ഉണ്ട്. അതെല്ലാം അന്വേഷിക്കാലോ. അന്വേഷിക്കേണ്ട എനിക്ക് അതൊരു കമ്പനിയല്ലേ, എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ലെന്നല്ലോ. പക്ഷെ അതിൽ JDS നേതാക്കളുണ്ട്, താങ്കളുടെ പാർട്ടിയല്ലേ, അതിൽ ബെന്നി മൂഞ്ഞാലിക്ക് ഷെയർ. അവർ കുറ്റക്കാരാണെങ്കിൽ അവർ കുറ്റപ്പെട്ടോട്ടെ. ഓക്കെ, വളരെ നന്ദി മിനിസ്റ്റർ. ഓക്കെ, വളരെ നന്ദി മിനിസ്റ്റർ. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടി വി പ്രസാദ്, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എല്ലാം അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷണ പരിധിയിൽ വരട്ടെ എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ കമ്പനിക്ക് ഒരു പ്രശ്നമല്ലല്ലോ. പ്രവൃത്തി പരിചയമില്ലാത്ത ഒരു സ്ഥാപനത്തിന് ഒരാഴ്ച മുൻപ് മാത്രം രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് കരാർ കൊടുക്കുന്നു. അതിൽ ആ കരാർ കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് JDS-ന്റെ നേതാക്കളാണ്. ഇപ്പോൾ തെളിവുകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. പ്രസാദ്, അന്വേഷണ വിധേയമാണ് ഇപ്പോൾ ഈ കാര്യമെന്നാണ് മന്ത്രി പറയുന്നത്. ആ മന്ത്രിയുടെ മറുപടിയിൽ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് തോന്നുന്നു സുജയ. നമ്മൾ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നതൊക്കെ സ്വാഗതാർഹം തന്നെയാണ്. കാരണം നേരത്തെ സംസാരിച്ച അനിൽ എന്ന് പറയുന്ന വ്യക്തി ഹൈക്കോടതിയിലും വിജിലൻസിലും പരാതി കൊടുക്കാൻ ബാക്കിയില്ലാത്ത ഇടങ്ങളൊന്നുമില്ല. സുജയ, ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ സുജയ മന്ത്രിയോട് ചോദിച്ചത് തന്നെയാണ്. അതായത് അനർട്ടിന്റെ CEO ആയ നരേന്ദ്രനാഥ് വെല്ലൂരി ഒരു IFS ഉദ്യോഗസ്ഥനാണ്. ഈ സോളാറുമായി ഒരു ബന്ധമില്ല എന്ന കാര്യം വേറെ. ഹൈഡൽ ടൂറിസം പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കുമ്പോൾ അവിടുത്തെ ചട്ടം തന്നെ എതിരാണ് സുജയ. അതിന്റെ രേഖകൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം KSEB-യിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഹൈഡൽ ടൂറിസത്തിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് വ്യക്തമായി ചട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന നരേന്ദ്രനാഥ് വെല്ലൂരി KSEB-യിലെ ഉദ്യോഗസ്ഥനല്ല, KSEB-യുമായി ഒരു ബന്ധവുമില്ല, IFS ഉദ്യോഗസ്ഥനാണ് നരേന്ദ്രനാഥ് വെല്ലൂരി. ഈ നരേന്ദ്രനാഥ് വെല്ലൂരി സുജയ എങ്ങനെയാണ് ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടറായി മാറുന്നത് എന്ന ഗുരുതരമായ ചോദ്യമാണ് ഉയരുന്നത്. അനർട്ടുമായി ഒരു ബന്ധവുമില്ലാത്ത ആളെ CEO ആക്കിയതിനു ശേഷം സ്മാർട്ട് സിറ്റി പദ്ധതിയിലും മട്ടപ്പാടി പദ്ധതിയിലും PM കുസും പദ്ധതിയിലും കോടികളാണ് ടെൻഡർ ക്രമക്കേടുകളിലൂടെ ഉണ്ടായത്. കോടികളുടെ ക്രമക്കേടാണെന്ന വിവരം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് സുജിയ. ഇതിലെ ഗുരുതരമായ ഒരു കാര്യം, ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഈ 2 ടെൻഡറുകൾ എങ്ങനെയാണ് കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ നേതാക്കൾക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നൽകിയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയിലേക്ക് എങ്ങനെയാണ് JDS നേതാക്കളായ CHSF-ഉം ബെന്നി മൂഞ്ഞാലിയും സാബു ജോർജും വന്നത് എന്നുള്ളതാണ് ഗൌരവമായി അന്വേഷിക്കേണ്ടത്. വിജിലൻസ് നിലവിൽ അന്വേഷിച്ചിട്ടുണ്ട് സുജിയ. ഈ കരാറുകൾ റദ്ദാക്കാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടുമോ? അതാണ് അറിയേണ്ടത്. ടി വി പ്രസാദ്, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാക്കൾക്ക് ടെൻഡറുകൾ കിട്ടുന്നു. 2022-22 പെരിയാർ വാട്ടർ സ്പോർട്സ്, 2024 ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ്. അപ്പോൾ അതിൽ JDS നേതാക്കളായ 3 പേർക്ക് ഷെയറുമുണ്ട്. അവരുടെ ശബ്ദമടക്കം നമ്മൾ കേട്ടുകഴിഞ്ഞു. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞ ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം കൂടുതൽ രേഖകൾ, കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലും ടി വി പ്രസാദ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും.